കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പ്രചാരണ വേളയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തായി ശശി തരൂർ എം പി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പര്യടനങ്ങൾ കേവലം വോട്ട് തേടൽ മാത്രമല്ല, മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരത്തിൽ വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. മാർച്ച് 21 ആരംഭിച്ച് 17 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 58ഓളം മണ്ഡലങ്ങളിൽ തരൂർ തരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കെൽപ്പുള്ള നേതാക്കളുടെ അഭാവം പ്രകടമായിരുന്ന ഒരു ഘട്ടത്തിലാണ് ശശി തരൂർ ആ വിടവ് നികത്തുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിലുടനീളം, പ്രത്യേകിച്ച് ജാതിമത പ്രാദേശിക ഭേദമന്യേ ഇത്രയേറെ സ്വീകാര്യത ലഭിക്കുന്ന മറ്റൊരു നേതാവ് UDF-ൽ ഇല്ലെന്നത് ഒരു വസ്തുതയാണ്. തിരുവനന്തപുരത്തെ തീരദേശ മേഖല മുതൽ മലബാറിലെ കുടിയേറ്റ ഗ്രാമങ്ങൾ വരെ തരൂരിനെ കാണാൻ എത്തുന്ന ജനസാഗരം ഇതിന് തെളിവാണ്. സാധാരണ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അറിവും ആധുനികതയും ആഗോള വീക്ഷണവും കോർത്തിണക്കിയുള്ള അദ്ദേഹത്തിന്റെ ശൈലിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ തരൂരിസം എന്ന് വിളിക്കുന്നത്. ഒരു മികച്ച നയതന്ത്രജ്ഞൻ, വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരൻ, വാഗ്മി എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വോട്ടർമാർക്കിടയിൽ ഒരു പ്രത്യേക ബഹുമാനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തിൽപ്പെട്ട പുതിയ വോട്ടർമാർക്കിടയിൽ തരൂർ ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷത്തിലാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രസംഗത്തിന്റെ ഒരു ശകലം കേൾക്കാനോ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന യുവാക്കൾ കേരളത്തിലെ പ്രചാരണ വേദികളിൽ പുതിയ കാഴ്ചയാണ്. രാഷ്ട്രീയത്തെ കേവലം മുദ്രാവാക്യങ്ങൾക്കപ്പുറം ഗൗരവകരമായ വികസന ചർച്ചകളിലേക്ക് നയിക്കാൻ തരൂരിന് സാധിക്കുന്നു. ശശി തരൂരിന്റെ പ്രചാരണ പര്യടനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കോട്ടകളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന അത്ഭുതപൂർണമായ വരവേൽപ്പാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ തരൂരിനുള്ള വിശ്വസ്തത LDF-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. വർഗീയതയ്ക്കെതിരെ ദേശീയ തലത്തിൽ അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങളും മതേതരത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ലീഗ് പ്രവർത്തകർക്കിടയിൽ തരൂരിനെ പ്രിയങ്കരനാക്കി. പാണക്കാട് തങ്ങൾ കുടുംബവുമായി അദ്ദേഹം പുലർത്തുന്ന അടുത്ത ബന്ധവും ഇതിന് മാറ്റുകൂട്ടുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കായി തരൂർ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിക്കുന്നത് UDF-ന്റെ ഐക്യത്തിന്റെ സൂചനയായി കാണപ്പെടുന്നു. ഘടകകക്ഷികളായ മുസ്ലിം ലീഗും RSPയും തങ്ങളുടെ പ്രധാന മണ്ഡലങ്ങളിൽ തരൂരിന്റെ സാന്നിധ്യം നിർബന്ധമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെക്കാൾ വലിയ താരമായി തരൂർ മാറുന്ന കാഴ്ചയാണ് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. പ്രധാന പ്രചാരണ കേന്ദ്രങ്ങൾ ഇവയാണ്: തിരുവനന്തപുരം ശബരിനാഥൻ, K മുരളീധരൻ തുടങ്ങിയവർക്കായി ശക്തമായ ക്യാമ്പയിൻ. എറണാകുളം VD സതീശൻ, മാത്യു കുഴൽനാടൻ, റോജി M ജോൺ എന്നിവർക്കായി യുവജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള റോഡ് ഷോകൾ. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന്റെ വിജയമുറപ്പിക്കാൻ തരൂരിന്റെ സാന്നിധ്യം വലിയ ഗുണം ചെയ്തു. PK കുഞ്ഞാലിക്കുട്ടി, VT ബൽറാം തുടങ്ങിയവർക്കായി ലീഗ് കോട്ടകളെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ. തരൂരിന്റെ വളർച്ച പലപ്പോഴും എതിരാളികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നത് ഇതിന്റെ സൂചനയാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളെ തികഞ്ഞ സംയമനത്തോടും പുഞ്ചിരിയോടും നേരിടുന്നത് അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാനേ സഹായിച്ചിട്ടുള്ളൂ. സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങളെ മറികടക്കാൻ ലക്ഷക്കണക്കിന് വരുന്ന അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ തരൂർ ഫാക്ടർ എത്രത്തോളം പ്രതിഫലിക്കുമെന്നത് വരാനിരിക്കുന്ന ഫലം വ്യക്തമാക്കും. എന്നിരുന്നാലും UDF-ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മധ്യവർഗ വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും തിരിച്ചുപിടിക്കാൻ തരൂരിന്റെ സാന്നിധ്യം സഹായിച്ചിട്ടുണ്ടെന്നതും ഉറപ്പാണ്. വികസനത്തെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും പുതിയ കേരളത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നത് വോട്ടർമാരിൽ വലിയ പ്രതീക്ഷയുണ്ടാക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ എന്നത് ഇപ്പോൾ ഒരു വ്യക്തിയല്ല, മറിച്ചൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. വികസന വിരോധികളെന്നും പഴഞ്ചൻ ആശയം ഉള്ളവരെന്നും കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ തരൂർ എന്ന വ്യക്തിത്വം കൊണ്ട് UDF പ്രതിരോധിക്കുന്നു. വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ നിശ്ചയിക്കുന്നതിൽ തരൂർ നടത്തിയ ഈ 17 ദിവസത്തെ പര്യടനം വലിയൊരു പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.